Recording meetings ഒന്നും ആരും കാണുന്നില്ല. ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നത് മാത്രമേ ഉള്ളൂ. So yeah, it started. So good morning everyone. Today we are going to study about this refrigeration and air conditioning class number 18. And this topic, today's topic, we are going to study about this COP of the VCRS actually. COP of VCRS. And it is നമ്മൾ അത് ഷോ ചെയ്യുന്നത് TS diagram. By using the TS diagram, we will know how the COP is generated and what is the how to calculate the formula and formulas for the COP. And the second, we will deal with the wet and dry compression. What is the wet and dry compression? And third one is the subcooling. And then throttling valve with the expansion cylinder. And the fifth one is the air refrigeration with VCRS. Okay, VC system. Okay. Now these are the today's topic, and we are going to study. So first one, what is COP? How we are going to get the COP from a TS diagram? So this is about this TS diagram of a VCRS system. Okay. Generally, നമ്മൾ TS diagram എന്ന് പറയുന്നത് ടെമ്പറേച്ചർ എൻട്രോപ്പി ഡയഗ്രാം ആണ്. ഈ ഡയഗ്രത്തിൽ നിന്ന് നമ്മൾ COP ജനറേഷൻ എങ്ങനെയാണ് ഉണ്ടാവുന്നത്. So you can see in the figure given below, you can see in this one, you can see the state points. Okay. So first one, S എന്ന് പറയുന്നത് represent ചെയ്യുന്നത് നമ്മുടെ horizontal lines, and T എന്ന് പറയുന്ന temperature എന്ന് പറയുന്നത് vertical lines ആണ്. Okay. So this is the X and Y. Okay. So okay. Now in this one, you can see that there is a state points 1, 2, 3, 4, 5, 6, 7, 8. 8 number of state points are there actually. പക്ഷേ നമുക്ക് ഇതില് നമുക്ക് കാണിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ ഈ രണ്ട് ലൈൻസ് നിങ്ങൾക്ക് കാണാം. ഈ 3-5 ലൈൻസ് വരുന്ന ലൈൻസ് റെപ്രസെന്റ് ചെയ്യുന്നതാണ് ലിക്വിഡ് ലൈൻ എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഈ ഒരു 2 കാണിക്കുന്ന ഈ ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നതാണ് ഗ്യാസസ് ലൈൻ ആക്ച്വലി. ഓക്കെ, ഇതിന്റെ അപ്പുറത്ത് കംപ്ലീറ്റ്ലി ഇറ്റ് ഇസ് ഹൈലി എന്താ പറയുക സൂപ്പർ ഹീറ്റഡ് സ്റ്റീം ആയിരിക്കും, അല്ലെങ്കിൽ ഗ്യാസ് സ്റ്റേജിലായിരിക്കും നമ്മൾ റെഫ്രിജറേറ്റ് ആവുക. ബട്ട് ഇൻസൈഡ് ദിസ് ഈ രണ്ട് ലൈൻസിന്റെ ഉൾഭാഗത്ത് കാണുന്നത് കംപ്ലീറ്റും ലിക്വിഡ് പ്ലസ് വേപ്പർ എന്നുള്ള ഒരു ഫോമിലായിരിക്കും നമ്മൾ റെഫ്രിജറന്റ് ഉണ്ടാവുക. ഓക്കെ, ലിക്വിഡ് പ്ലസ് വേപ്പർ എന്നുള്ള ഒരു ഫോമിലായിരിക്കും നമ്മൾ ഇതുണ്ടാവുക. ഓക്കെ, സോ ബിഫോർ ഗോയിങ് ടു സ്റ്റാർട്ട് നമുക്ക് ചില കാര്യങ്ങൾ അറിയണം. എന്തൊക്കെയാണ് ഇതിന്റെ കണ്ടീഷൻസ്, വാട്ട് ആർ ദി അസംഷൻസ് മെയ്ഡ് ടു റെപ്രസെന്റ് ദിസ് COP. ഓക്കെ, COP നമ്മളിപ്പോ ഏതൊരു ഇൻസ്ട്രുമെന്റ്സ് അല്ലെങ്കിൽ ഏതൊരു നമ്മുടെ റെഫ്രിജറേഷൻ എക്യുപ്മെന്റ് ഉണ്ടാകുമ്പോഴും അതിന് ചില കാര്യങ്ങൾ നമുക്ക് അറിഞ്ഞിരിക്കണം, അല്ലെങ്കിൽ ചില അസംഷൻസ്. ദർ ഷുഡ് ബി സം അസംഷൻസ് ബിഫോർ വി ആർ ഗോയിങ് ടു സ്റ്റാർട്ട് എ സിസ്റ്റം. അല്ലെ, ഒരു സിസ്റ്റത്തെ കുറിച്ച് പറയുമ്പോഴോ അല്ലെങ്കിൽ സിസ്റ്റത്തെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽസ് പറയുമ്പോഴോ അതിന് മുമ്പേ നമുക്ക് ചില അസംഷൻസ് ഉണ്ടായിരിക്കും, എങ്ങനെയായിരിക്കണം എന്നുള്ളത്. അല്ലെ, സോ ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ ഒരു വണ്ടി എല്ലാം ഉണ്ട്, എഞ്ചിൻ എല്ലാം ഉണ്ട്, പക്ഷെ പെട്രോളും അതുപോലെ തന്നെ കാര്യങ്ങളൊക്കെ ഒഴിക്കണം. അതുപോലെ തന്നെ ഇതിന്റെ ടൈമിംഗ് നിങ്ങൾക്കറിയാം. എഞ്ചിന്റെ വാൽവ് ടൈമിംഗ് ഡയഗ്രാം അറിയാലോ നിങ്ങൾക്ക്. ഒരു എഞ്ചിന്റെ വാൽവ് ടൈമിംഗ് ഡയഗ്രാം ഇല്ലെങ്കിൽ, അല്ലെങ്കിൽ ആ ഒരു വാൽവ് ടൈമിംഗ് ആ ടൈമിംഗ് കറക്റ്റ് അല്ലെങ്കിൽ ഫയറിംഗ് പൊസിഷൻ കറക്റ്റ് അല്ലെങ്കിൽ ഇതൊന്നും വർക്ക് ചെയ്യില്ല ആക്ച്വലി. അല്ലെ, അതായത് ഒരു ഫയറിംഗ് സീക്വൻസ് ശരിയല്ലെങ്കിൽ അതൊന്നും വർക്ക് ചെയ്യില്ല. അതുപോലെ തന്നെ വാൽവ് ടൈമിംഗ് ഡയഗ്രാം പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ എന്താ സംഭവിക്കുക, നമുക്ക് ഈ പറഞ്ഞ മാതിരി ഓപ്പണിംഗ് ക്ലോസിംഗ് ഒന്നും കറക്റ്റ് ആയിരിക്കില്ല അല്ലെ ഒരു എഞ്ചിന്റെ കേസിൽ. സിമിലർലി നമുക്ക് ചില അസംഷൻസ് ഉണ്ട്. ഈ അസംഷൻസിനെ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഈ ഒരു COP നമ്മളെ ഈ ഒരു ടോട്ടലി നമ്മുടെ ഈ ഒരു VCR സിസ്റ്റം വർക്ക് ചെയ്യുന്നത്. സോ വാട്ട് ഈസ് ദാറ്റ് അസംഷൻസ് ആദ്യം പറഞ്ഞിട്ട് നമുക്ക് ഈ ഒരു ഡയഗ്രത്തിലേക്ക് വരാം. Okay, so first one, the eye diagram. Okay, so what are these assumptions? First one is the compression is isentropic. Okay, so first assumption for this entirely vapor compression cycle is the compression should be the isentropic. Compression വരുന്ന state 1 to 2 എന്ന് പറയുന്ന state, it should be in the isentropic state area. And as you know, what is the isentropic എന്ന് നിങ്ങൾക്ക് അറിയാം അല്ലേ. Now the second thing is there is no undercooling of the refrigerant. So what is the undercooling actually? അതായത് before നമ്മൾ when the refrigerant leaving the condenser actually. Okay, as you know that after compression കഴിഞ്ഞതിന് ശേഷം നമ്മൾ ഈ ഒരു refrigerant we are passing through the condenser actually. Okay, കണ്ടൻസറിലേക്ക് നമ്മൾ വിടാം. സോ കണ്ടൻസർ കഴിഞ്ഞതിന് ശേഷം ഡയറക്ട്ലി പിന്നെ നമ്മൾ വിടുന്നത് എവിടേക്കായിരിക്കും, ത്രോട്ടിൽ വാൽവിലേക്ക് നമ്മൾ കൊടുക്കുന്നത്. സോ അതിനുശേഷം നമ്മളൊരു അണ്ടർ കൂളിംഗ് നടത്തുന്നില്ല. അണ്ടർ കൂളിംഗ് എന്ന് പറഞ്ഞാൽ വീണ്ടും ഒരു കൂളിംഗ്, നമ്മൾ എക്സ്ട്രാ കൂളിംഗ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ളൊരു അസംഷൻ. ഓക്കെ, അതായത് നമ്മൾ കണ്ടൻസറിൽ നിന്ന് തന്നെ കൂൾ ചെയ്ത് അത് കഴിഞ്ഞതിന് ശേഷം ലിക്വിഡ് റെഫ്രിജറന്റ് ആയി വന്നു, അതിന് നമ്മൾ ഈ ഒരു ത്രോട്ടിൽ വാൽവിലൂടെ പുറത്തേക്ക് വിടുന്നു. സോ ഇൻ ബിറ്റ്വീൻ ദർ ഒരു എക്സ്ട്രാ കൂളിംഗ് നമ്മൾ കൊടുക്കുന്നില്ല എന്നുള്ള ഒരു അസംഷൻ. ഓക്കെ, ആൻഡ് ദാറ്റ് ദിസ് ഇസ് ഹാവിങ് എ സാച്ചുറേറ്റഡ് ലിക്വിഡ് ആയിരിക്കും, അതിന്റെ ആ ഒരു ടെമ്പറേച്ചർ കോൺസ്റ്റന്റ് ആയിരിക്കും ആക്ച്വലി. ഓക്കെ, അതായത് കണ്ടൻസേഷൻ ചെയ്ത് വരുന്ന ആ ഒരു
ലിക്വിഡ് റെഫ്രിജറന്റിന്റെ പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, അതിന്റെ പ്രഷർ സെയിം ആയിരിക്കും, പക്ഷെ ടെമ്പറേച്ചർ കുറഞ്ഞിട്ടായിരിക്കും വന്നിട്ടുണ്ടാവുക, പക്ഷെ പ്രഷർ സെയിം ആയിരിക്കും. അതിന്റെ ആ ഒരു സമയത്ത് ഉണ്ടാവുന്ന പ്രഷർ സെയിം ആയിരിക്കും. ഓക്കെ, സോ ദർ ഇസ് എ നോ അണ്ടർ കൂളിംഗ് ഓഫ് ദ റെഫ്രിജറന്റ്. Okay, that is the second assumption. And third assumption is there is a no change of the enthalpy during the throttling process. As in the throttling process എന്താണെന്ന് നിങ്ങൾക്ക് അറിയാം, അതായത് പെട്ടെന്ന് ഒരു ഗ്യാസ്, ഒരു ലിക്വിഡ് റെഫ്രിജറന്റ് വരുന്നു, അതിന് നമ്മൾ ജസ്റ്റ് ഒന്ന് എക്സ്പാൻഡ് ചെയ്യുന്നു, ഒരു ചെറിയ ട്യൂബിലൂടെ വന്നിട്ട് ഒരു വലിയ ട്യൂബിലേക്ക് നമ്മൾ ഓപ്പൺ ചെയ്യുന്ന മാതിരി. ഓക്കെ, അതായത് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിയേക്കുക, ഒരു പൈപ്പിലെ വെള്ളം ചെറിയൊരു പൈപ്പിലൂടെ വരുമ്പോൾ ഹൈ പ്രഷറിൽ വന്നുകൊടുക്കുന്ന വെള്ളം പെട്ടെന്ന് നമ്മൾ എന്ത് ചെയ്യുക, ഈ പറഞ്ഞ മാതിരി വലിയൊരു പൈപ്പിലേക്ക് ഓപ്പൺ ചെയ്യണം. വലിയൊരു പൈപ്പിലൂടെ ഓപ്പൺ ചെയ്ത് വിടുന്ന സമയത്ത് എന്താ സംഭവിക്കുക, അതിന്റെ ആ ഒരു അതിന്റെ ഒരു ടോട്ടലി വെള്ളത്തിന്റെ കേസിലാവുമ്പോൾ ഈ പറഞ്ഞ മാതിരി എന്താ വെച്ച് കഴിഞ്ഞാൽ അതിനൊരു വെലോസിറ്റി കുറയും ആക്ച്വലി അല്ലെ, വെലോസിറ്റി പെട്ടെന്ന് കുറയും. പക്ഷെ പ്രഷറിൽ എന്നുള്ളത് പറഞ്ഞാൽ വലിയൊരു വേരിയേഷൻ വരില്ല. സോ ദാറ്റ് ഇസ് വൈ നമ്മൾ ഈ കേസിൽ റെഫ്രിജറന്റ് എന്ന് പറയുന്നത് ലിക്വിഡ് റെഫ്രിജറന്റ് നമ്മളൊരു ചെറിയ ട്യൂബിലൂടെ വന്നിട്ട് പെട്ടെന്ന് നമ്മൾ അതിനെ വലിയൊരു ട്യൂബിലേക്ക് മാറ്റണം. സോ എന്താ സംഭവിക്കുക, അവിടെ ഈ പറഞ്ഞ മാതിരി പെട്ടെന്നൊരു ചെറിയൊരു ഡിക്രീസ് ഇൻ പ്രഷർ വരും. അപ്പൊ പ്രഷറിൽ ചെറിയൊരു ഡിക്രീസും വരും. അതുകൂടാതെ പെട്ടെന്ന് അതിന്റെ ടെമ്പറേച്ചറിലാണ് അത് കൂടുതൽ എഫക്ട് ആവുക. സോ ടെമ്പറേച്ചർ ഈസ് ഹൈലി ഡിക്രീസസ്. ഓക്കെ, സോ പെട്ടെന്ന് തന്നെ അതിന്റെ ടെമ്പറേച്ചർ വളരെയധികം കുറയും. സോ ദാറ്റ് ഈസ് ഇൻ ദ കേസ് ഓഫ് എന്താ പറയാ നമ്മുടെ ത്രോട്ട്ലിംഗ് വാൽവിന്റെ എഫക്ട് എന്ന് പറയുന്നത്. സോ അവിടെ എൻതാൽപി ചേഞ്ച് വരുന്നില്ല. സോ വാട്ട് ഇസ് ദ എൻതാൽപി എന്ന് പറയുന്നത് ആക്ച്വലി, so it's a sum of the internal energy and also the pressure volume energy. Okay, so that is the enthalpy value. So the enthalpy value ന് അവിടെ ഒരു ചേഞ്ച് വരുന്നില്ല. അതായത് ടോട്ടലി ഇന്റേണൽ എനർജി അതുപോലെ തന്നെ സം ഓഫ് ദി പ്രഷർ വോളിയം എനർജി എന്ന് പറയുന്നത് ടോട്ടൽ ആ ഒരു വാല്യൂ സെയിം ആയിരിക്കും. പക്ഷെ അത് അങ്ങോട്ടും ഇങ്ങോട്ടും ചേഞ്ച് ചെയ്തിട്ടുണ്ടാവും. കുറച്ച് വാല്യൂസ് അങ്ങോട്ടും ഇങ്ങോട്ടും മാറിയിട്ടുണ്ടെങ്കിലും ടോട്ടൽ വാല്യൂ ഓഫ് ദി enthalpy will be a constant ആയിരിക്കും. So there is no change of the enthalpy during that throttling process is one of the another assumption for this VCR system. Okay, now there is a no leakage of the refrigerant. Okay, so നമുക്ക് ഇതൊരു എന്താ പറയുക, ടോട്ടലി ഇതൊരു ഒരു ക്ലോസ് സൈക്കിൾ പ്രോസസ് ആണ് ആക്ച്വലി. ഓക്കെ, ഇതേ റെഫ്രിജറന്റ് തന്നെയാണ് നമ്മൾ ഇതേ ചുറ്റി നമ്മൾ വീണ്ടും കണ്ടൻസർ, കംപ്രസർ ഇതിലെല്ലാം വീണ്ടും വരുന്നത്. സോ ദർ ഇസ് നോ ലീക്കേജ് ഓഫ് ദി റെഫ്രിജറന്റ്. ഇനി ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ അവിടെ എന്താ സംഭവിക്കുക, അവിടെ ലീക്കേജ് ഉണ്ടാവുകയാണെങ്കിൽ ഈ പ്രോസസ്സുകളെല്ലാം മാറും. ഓക്കെ, അതൊരു നമുക്ക് ടോട്ടലി ഈ ഒരു VCR സിസ്റ്റം ആയിട്ട് എടുക്കാൻ പറ്റില്ല. സോ ഗ്യാസ് റെഫ്രിജറേഷൻ സിസ്റ്റം നമ്മൾ മുമ്പ് പഠിച്ചിരുന്ന എയർക്രാഫ്റ്റിന്റെ അവിടെ എന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ആ എയറിനെ യൂസ് ചെയ്യുന്നില്ല, ആ എയറിനെ നമ്മൾ കംപ്ലീറ്റ്ലി ഒഴിവാക്കുകയാണ്. ഓക്കെ, അതായത് നമ്മൾ വർക്ക് കഴിഞ്ഞതിന് ശേഷം ആ ഗ്യാസിനെ പുറത്തേക്ക് കഴിഞ്ഞ് പുതിയൊരു ന്യൂ എയറിനെയാണ് നമ്മൾ എടുക്കുന്നത് ആക്ച്വലി. ഓക്കെ, പക്ഷെ ഇതിന്റെ കേസിൽ VCR സിസ്റ്റത്തിൽ നമ്മൾ റെഫ്രിജറന്റിനെ ഒഴിവാക്കുന്നില്ല. അത് മാത്രമല്ല അവിടെ ഒരു ലീക്കേജ് ഇല്ല എന്നുള്ള ഒരു അസംഷൻ ആണ് നമ്മൾ എടുക്കുന്നത്. ആൻഡ് ആസ് യു നോ സംടൈംസ് ചിലപ്പോൾ ഗ്യാസ് ഒക്കെ ലീക്ക് ആയി പോവാറുണ്ട്. എന്താ പറയുക, ചില കംപ്ലൈന്റ് കൊണ്ട് ഗ്യാസ് ലീക്ക് ആവും. അത് ഒരുപാട് കൊല്ലങ്ങൾക്ക് ശേഷം. ഓക്കെ, അപ്പോഴാണ് നമുക്ക് കൂളിംഗ് എഫക്ട് കുറയുന്നത് ആക്ച്വലി റൂമിൽ. ഓക്കെ, റൈറ്റ്. എനിവേ, നൗ അടുത്തത് എന്ന് പറയുകയാണെങ്കിൽ അസംഷൻ ദർ ഇസ് എ നോ പ്രഷർ ലോസ് ഡ്യൂ ടു ദ ഫ്രിക്ഷൻ ആൻഡ് ദ ഹീറ്റ് എക്സ്ചേഞ്ച് ഇൻ ദ പൈപ്പ് ലൈൻസ്. ഓക്കെ, സോ ആസ് യു നോ നമുക്ക് ഇവിടെ പ്രഷർ ലോസ് ഉണ്ടാവുന്നില്ല. അതായത് ഇവിടെ പറയുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്രിക്ഷൻ മൂലമോ അല്ലെങ്കിൽ ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുന്നത് കൊണ്ടോ നമ്മൾ ഇവിടുത്തെ പ്രഷർ ലോസ് ഇൻസൈഡ് ദ റെഫ്രിജറന്റ് ദർ ഇസ് എ നോ പ്രഷർ ലോസ്. പ്രഷർ ലോസ് അവിടെ നടക്കുന്നില്ല എന്നുള്ള ഒരു അസംഷൻ ആണ് നമ്മൾ എടുക്കുന്നത് ആക്ച്വലി. ഓക്കെ, സോ ദർ ഇസ് എ നോ പ്രഷർ ലോസ് ബിക്കോസ് ഓഫ് ദി ഫ്രിക്ഷൻ. ആസ് യു നോ പൈപ്പിലൂടെ ഒക്കെ ട്രാൻസ്ഫർ ചെയ്യുന്ന സമയത്ത് അവിടെ ചെറിയൊരു ഫ്രിക്ഷൻ ഉണ്ടാവും എന്നുള്ള കൺസെപ്റ്റ് ആണ് നമ്മൾ എടുക്കുന്നത്. പക്ഷേ ഇവിടെ അത്രയും സ്മൂത്ത് ആയിട്ടുള്ള പൈപ്പും അതുപോലെ തന്നെ അത്രയും ഹൈ പ്രഷറും ഒക്കെയാണ് ഇവിടെ ഉള്ളത്. സോ ദാറ്റ് ഇസ് വൈ അവിടെ ദർ ഇസ് എ നോ പ്രഷർ ലോസ് ഡ്യൂ ടു ഫ്രിക്ഷൻ ആൻഡ് ഹീറ്റ് എക്സ്ചേഞ്ച്. ഓക്കെ, പൈപ്പ് ലൈൻസിൽ അവിടെ ഒരു ഹീറ്റ് എക്സ്ചേഞ്ച് നടക്കുമ്പോഴോ അല്ലെങ്കിൽ ഈ പറഞ്ഞ ഫ്രിക്ഷൻ ഉണ്ടാവുകയോ അങ്ങനെ ചെയ്തിട്ട് ഈ പറഞ്ഞ പ്രഷർ ലോസ് സംഭവിക്കുന്നില്ല എന്നുള്ളതാണ് നമ്മൾ എടുത്ത ഒരു അസംഷൻ. സോ ദീസ് 5 assumptions we are going to take actually, okay, for this system. So now we are going to the previous slide, our നമ്മുടെ COPs കണ്ടുപിടിക്കുന്നത്. Okay, so the first one നിങ്ങൾക്ക് ആക്ച്വലി അറിയാം, ഞാൻ as you are told that is this is a liquid line and this is a gaseous line. So before start എവിടുന്ന് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത്, നമ്മൾ ലിക്വിഡ് റെഫ്രിജറന്റ് 1 the first point, അതായത് എൻട്രി ഓഫ് ദ കംപ്രസർ. ഓക്കെ, എൻട്രി ഓഫ് ദ കംപ്രസർ അവിടെ നമ്മൾ റെഫ്രിജറന്റ് കയറുന്നു. ഈ റെഫ്രിജറന്റ് കയറിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മുടെ കംപ്രസർ ചെയ്തിട്ട് കംപ്രസറിൽ നമുക്ക് വരുന്നു. സോ ദിസ് ഈസ് ഐസെൻട്രോപിക് കംപ്രസർ ബിക്കോസ് ദ ടെമ്പറേച്ചർ ഇസ് ഓക്കെ. സോ ദ ടെമ്പറേച്ചർ നമുക്ക് കൂടുന്നതാണ്, പക്ഷെ പ്രഷർ എന്ന് പറയുന്നത് ആക്ച്വലി എന്താണ് അവിടെ പ്രഷർ എന്ന് പറയുന്നത് അവിടെ ഈ ഒരു ഇൻക്രീസ് ഉണ്ട്. പക്ഷെ ടെമ്പറേച്ചർ എന്ന് പറയുന്നത് അതായത് എൻട്രോപ്പി, അതായത് ദ ടോട്ടൽ എൻട്രോപ്പി വിൽ ബി ഒരു കോൺസ്റ്റന്റ് വാല്യൂ ആണ്. എൻട്രോപ്പി ഇസ് കോൺസ്റ്റന്റ് ആണ്. ദാറ്റ് ഈസ് വൈ ഐസെൻട്രോപിക് നമ്മൾ പറയാൻ കാരണം. ഓക്കെ, നൗ ഇൻ ദ സെക്കൻഡ് സ്റ്റേജിലെത്തിയതിനു ശേഷം ഫ്രം ദർ ആക്ച്വലി
അവിടെ നിന്ന് നമ്മൾ സെക്കൻഡ് ടു തേർഡ് എന്ന് പറയുന്നതാണ് നമ്മുടെ ഏതാണ് കണ്ടൻസർ യൂണിറ്റ്. ഓക്കെ, സോ കണ്ടൻസർ യൂണിറ്റിൽ നമ്മൾ എന്ത് പറയുന്നത്, അവിടെ നമ്മുടെ ടോട്ടൽ എൻട്രോപ്പീസ് ഡിക്രീസസ് ആക്ച്വലി. ഓക്കെ, എൻട്രോപ്പി നമുക്ക് വളരെയധികം കുറയുന്നു. ആൻഡ് ദി ടെമ്പറേച്ചർ ഇസ് കോൺസ്റ്റന്റ് ആക്ച്വലി. ആ ഒരു കോൺസ്റ്റന്റ് ടെമ്പറേച്ചർ ലെവലിൽ നമ്മൾ എൻട്രോപ്പി ടോട്ടൽ എനർജി നമ്മൾ കുറയ്ക്കാൻ ആക്ച്വലി, അതായത് ഹീറ്റ് എക്സ്ചേഞ്ച് ആണ് ഇവിടെ നടക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഔട്ട്സൈഡിലേക്ക് നമ്മൾ ഹീറ്റിനെ കൊടുക്കുകയാണ്. അപ്പൊ അവിടെ നടക്കുന്നത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ടെമ്പറേച്ചർ ലോസ് ആക്ച്വലി എന്താ പറയുക, നമ്മൾ അവിടുത്തെ ഒരു കണ്ടൻസേഷൻ ചെയ്യാന്ന് പറയുമ്പോൾ അവിടെ ലിക്വിഡ് ലൈനിലേക്കാക്കി മാറ്റുകയാണ്. ഓക്കെ, അവിടെ പ്രഷറിൽ അവിടെ വലിയൊരു ഡിക്രീസ് നടക്കുന്നില്ല ആക്ച്വലി. ഓക്കെ, ഞാൻ അവിടുന്ന് വരുന്നത് നമ്മൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ 3 to 4 എന്ന് പറയുന്ന ഈ ഒരു ടേം നിങ്ങൾ കാണും. ഈ 3 to 4 എന്ന് പറയുന്ന പ്രോസസ്സാണ് ത്രോട്ട്ലിംഗ് പ്രോസസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ത്രോട്ട്ലിംഗ് പ്രോസസ് നടക്കുന്നത് 3 to 4 ആണ്. ബട്ട് ഇവിടെ 3 to 5 എന്ന് പറഞ്ഞ് കാണിക്കുന്നത് ആക്ച്വലി എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ത്രോട്ട്ലിംഗ് പ്രോസസ് ചെയ്തിട്ടില്ലെങ്കിൽ എന്താ സംഭവിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പാൻഷൻ സിലിണ്ടറിലൂടെ നമ്മൾ എടുക്കുകയാണെന്ന് വിചാരിക്കും. എക്സ്പാൻഷൻ സിലിണ്ടറിൽ എടുക്കുകയാണെങ്കിൽ 3 to 5 വരുന്നു. ഓക്കെ, നൗ 5 to 6 എന്ന് പറയുന്നത് വീണ്ടും നമ്മൾ അതിനെ കൂൾ ചെയ്യുന്നതില്ല. പക്ഷെ ഇത് നമ്മൾ നോക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ സൈക്കിൾ ആകെ വരുന്നത് ആക്ച്വലി 1 2 3 4 പിന്നെ അതുപോലെ തന്നെ 8 7 ഇങ്ങനെയാണ് നമ്മുടെ സൈക്കിൾ വരുന്നത്. പക്ഷെ ദിസ് ഈസ് ഫോർ ഓൺലി ഫോർ ഫൈൻഡിങ് ദ COP. ഓക്കെ, so under this നമുക്ക് ചില കാര്യങ്ങൾ, what is the work actually? See, the W is which is represents the work actually for the compressor, and N is the cooling effect, അതായത് refrigerating effect which we are going to get actually. Okay, so നമുക്ക് അതിന്റെ ഡയഗ്രത്തിലേക്ക് പോകാം. Yeah, so this is actually the work input during the compression actually. Okay, what is the work input during the compression, which is the total heat at the state point 2 minus total heat at the state point 1. Okay, so area under the 7 2 3 5 6, okay, minus area under 7 1 5 6. നിങ്ങൾക്ക് ആ ഒരു PPT കാണാം 7 2 3 5 6 ഞാൻ ഇവിടെ കാണിച്ചു തരാം. ഓക്കെ, ഡ്രോയിങ്ങിൽ കാണിക്കാം. 7 2, ഫസ്റ്റ് സ്റ്റാർട്ടിങ് ഇവിടെയാണ്. ഏരിയ അണ്ടർ ആണ് ഞാൻ പറയുന്നത്. ഓക്കെ, ഏരിയ അണ്ടർ ദിസ് ഗ്രാഫ് 7 2 3 5 6. ഓക്കെ, 7 2 3 5 6, ദാറ്റ് ഈസ് ദി ഏരിയ, അതായത് ഈ ഒരു കംപ്ലീറ്റ് ഏരിയ വിച്ച് ഈസ് ഇൻ ദ കേസസ് ഓഫ് ദി ടോട്ടൽ ഹീറ്റ് അറ്റ് പോയിന്റ് 2. ഈ ഹീറ്റിൽ ഈ ഒരു പോയിന്റ് 2ലേക്ക് വരാൻ ചാൻസസ് ഉള്ള ടോട്ടൽ ഹീറ്റ് എന്ന് പറയുന്നതിന്റെ ആ ഒരു ഏരിയ എന്ന് റെപ്രസെന്റ് ചെയ്യുന്നത് 7 2 3 5 and 6 ഈ ഒരു ഏരിയ മൊത്തം ഏരിയ ആണ്. ഓക്കെ, ഇൻസൈഡ് മൈനസ് ദ ഏരിയ അറ്റ് ദ പോയിന്റ് 1. ഈ പോയിന്റ് 1ലേക്ക് വരാനുള്ള ഈ ഏരിയ എന്ന് പറയുന്നത് എന്താണ്, നമ്മൾ ഈ ഒരു ഏരിയ മൈനസ് ചെയ്യുക. സോ ദാറ്റ് ഈസ് 7 1 5 6. 7 ഈ ഒരു ഏരിയ 7 1 5 6 എന്ന് പറയുന്ന ഈ ഒരു ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ ഈ 2ലേക്ക്, അതായത് ഔട്ടിലേക്ക്, അതായത് ടോട്ടൽ ഹീറ്റ് അറ്റ് പോയിന്റ് 2 മൈനസ് ടോട്ടൽ ഹീറ്റ് അറ്റ് പോയിന്റ് 1 എന്ന് പറയാം. അതായത് 1 എന്ന് പറയുന്നതിന്റെ അണ്ടറിലെ ഏരിയ എന്ന് പറയുന്നത് ഇത്രയുമാണ്. 2 എന്ന് പറയുന്നതിന്റെ അണ്ടറിലെ ഏരിയ എന്ന് പറയുന്നത് ഇത് മൊത്തമാണ്. ഓക്കെ, സോ 7 2 3 5 6 മൈനസ് 7 1 5 6. ഓക്കെ, ഇത്രയും ഏരിയ മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ എത്ര ഉണ്ടാവും? അപ്പോൾ ഈ ഒരു ഏരിയ മാത്രം ഉണ്ടാവും, ഈ ഒരു കംപ്ലീറ്റ് ഏരിയ. ഓക്കെ, ദിസ് ഏരിയ, ദിസ് ഇസ് ദ ഓൺലി ഏരിയ. സോ ദാറ്റ് ഈസ് ആ ഏരിയ എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 5. ഓക്കെ, 1 2 3 5 ഈ ഒരു ഏരിയ ആണ് നമ്മൾ ഇപ്പോഴത്തെ വർക്ക് ഇൻപുട്ട് ഡ്യൂറിംഗ് ദ കംപ്രഷൻ ആക്ച്വലി. ഓക്കെ, നൗ അടുത്ത കേസ്, അപ്പൊ ഇതാണ് നമ്മൾ കംപ്രസറിന്റെ വർക്ക് എന്ന് പറയുന്നത്. അതായത് വർക്കിന്റെ W എന്ന് പറയുന്നത് എത്രയാണ്? 1 2 3 5. ഓക്കെ, ലൈറ്റ്. ഇനി ഇതേമാതിരി റെഫ്രിജറേറ്റിംഗ് എഫക്ട് റെപ്രസെന്റ് ചെയ്യുന്ന N ആണ് ആക്ച്വലി. സോ വാട്ട് ഇസ് ദ റെഫ്രിജറേറ്റിംഗ് എഫക്ട്? സോ ദാറ്റ് ഇസ് ഹീറ്റ് അറ്റ് പോയിന്റ് 1, heat at point 1 minus heat at point 4. Heat at point 4, heat at point 1 minus heat at point 4. അപ്പൊ heat at point 1 എന്ന് പറയുന്നത് ഏതാണ് ഏരിയ? 7 1 5 6. ഓക്കെ, 7 1 5 6, that is the area, the complete area ആണ് ഈ ഒരു 1 എന്ന് പറയുന്ന പോയിന്റിന് അണ്ടറിൽ ഉണ്ടാവുന്ന ഏരിയ. ഓക്കെ, now the what is the area under the point 4 actually? 4 ന് അണ്ടറിൽ ഉണ്ടാവുന്ന ഏതായിരിക്കും? ഈ ഒരു ഏരിയ, അതായത് 8 4 5 6, 8 4 5 6 ഈ ഏരിയ ആയിരിക്കും ഇതിന്റെ അണ്ടറിൽ ഉണ്ടാവുന്നത്. സോ അപ്പം നമുക്ക് ഇതിന്റെ അകത്തുള്ള ഈ ഏരിയ N എന്ന് പറയുന്ന ഈ ഒരു ഏരിയ നമുക്ക് കിട്ടുന്നു. അപ്പൊ നമുക്ക് എത്രയേ ഉള്ളൂ? ഒന്ന് W എന്ന് പറയുന്ന ഏരിയ നമുക്ക് മൊത്തം കിട്ടണം, അതുപോലെ തന്നെ N എന്ന് പറയുന്ന ഏരിയ മൊത്തം കിട്ടണം. ഓക്കെ, സോ ദാറ്റ് ഇസ് W represents the work which is input, അതുപോലെ തന്നെ N എന്ന് പറയുന്ന refrigerating effect which is the output. Okay, now നമുക്ക് കണ്ടുപിടിക്കേണ്ടതാണ് COP actually. So what is the COP എന്ന് പറയുന്നത് എന്താണ്? N divided by W. Okay, N divided by W ആണ് നമ്മളെ എന്താണ് COP എന്ന് പറയുന്നത്. സോ ഏരിയ അണ്ടർ ദി 1 2 3 5 divided by area under 7 1 4 8. So that is the area. Okay, so ഈ രണ്ട് ഏരിയ, അതായത് W divided by
n divided by w എന്ന് പറയുന്നത്. സോ ഓക്കെ, സോ ദാറ്റ്സ് ഈക്വൽ ടു അതായത് that is equal to 1 2 3 5 എന്ന് പറയുന്നതാണ് w, അതുപോലെ തന്നെ 7 1 4 8 എന്ന് പറയുന്നതാണ് അടുത്തത്. സോ ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് ഇതിൽ കാണാൻ പറ്റും ഇവിടെ വരുന്ന പോയിന്റ് ഇതാണ് 2 ആണ് ആക്ച്വലി, ഇവിടെ 3 എന്ന പോയിന്റ്. സോ 1 4 എന്ന പോയിന്റ് ഉണ്ട്, 1 എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട്. സോ ഈ സ്റ്റേറ്റ് പോയിന്റ്സുകളുടെ എൻതാൽപി ഡിഫറൻസ് ആണ് ആക്ച്വലി ഈ പറഞ്ഞ നമ്മുടെ ടോട്ടൽ COP വരുന്നത്. അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ H2 മൈനസ് H1 എന്ന് പറയുന്ന റെപ്രസെന്റ് ചെയ്യുന്നതാണ് എന്ത്, കംപ്രസറിന്റെ വർക്ക് ആക്ച്വലി. സോ ദിസ് ഇസ് അബൌട്ട് ദ കംപ്രസർ. ഈ കംപ്രസറിന്റെ എൻതാൽപി H2 മൈനസ് H1. ഓക്കെ, അതാണ് നമ്മളുടെ യെസ്, അതായത് നമ്മുടെ ഈ ഒരു ഏരിയ എന്ന് പറയുന്നത് ഡിവൈഡഡ് ബൈ H1 മൈനസ് H4 എന്ന് പറയുന്നതാണ് ഇതിന്റെ മുകളിൽ വരുന്ന ലൈൻസ്. ഓക്കെ, അപ്പൊ ഈ W എന്ന് പറയുന്നത് 2 മൈനസ് 1 അതുപോലെ തന്നെ 1 മൈനസ് 4. ഓക്കെ, so that is about this COP actually, H2 minus H1 divided by H1 minus H4. okay, right. So ഈ ഒരു പ്രോബ്ലം, ഈ ഒരു കേസ് എന്ന് പറയുന്നത് ആക്ച്വലി സപ്പോസ് ചെറിയൊരു ചോദ്യം മാത്രമേ ഉണ്ടാവുള്ളൂ. വാട്ട് ഇസ് ദ COP, TS ഡയഗ്രത്തിൽ നിന്ന് ഒരു COP എടുക്കുക എന്ന് പറയുന്ന ഒരു കേസസിൽ മാത്രമേ അത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. ഓക്കെ, ദിസ് ഇസ് നോട്ട് ദാറ്റ് മച്ച് ഇമ്പോർട്ടൻറ്റ്, ബട്ട് നിങ്ങൾക്ക് ആ ഫോർമുല നിങ്ങൾക്ക് ഒന്ന് ഓർമ്മിച്ച് വെക്കുക. ഓക്കെ, H1 minus H4 divided by H2 minus H1. ഓക്കെ, okay, H1 minus H4 divided by H2 minus H1, അതായത് n divided by w എന്ന് പറയുന്ന ഫോർമുല. ഓക്കെ, എനിവേ ലീവ് ഇറ്റ് ദാറ്റ്. നൗ അടുത്ത നമ്മൾ പഠിക്കാൻ പോകുന്നതാണ് വെറ്റ് ആൻഡ് ഡ്രൈ കംപ്രഷൻ ആക്ച്വലി. ഓക്കെ, വെറ്റ് ആൻഡ് ഡ്രൈ കംപ്രഷൻ. So what is a wet and dry compression? So see, all these terms, ഇവിടുന്ന് മുതൽ അങ്ങോട്ടുള്ള terms, what is the wet and dry compression, and what is the subcooling, and what is the throttling valve and expansion cylinder, all these terms you have to understand very well. Okay, because all these diagrams are important. Okay, നിങ്ങൾക്ക് ചോദിക്കും what is the subcooling, write a short note about the subcooling, and write a short note about the wet and dry compression with the help of TS diagram. അങ്ങനെയൊക്കെ ചിലപ്പോൾ ചോദിക്കാറുണ്ട് 5 മാർക്സിന്. ഓക്കെ, പിന്നെ അതുപോലെ തന്നെ നിങ്ങൾക്ക് ഒരു എക്സാമിന് ചോദിക്കുകയാണ് ഒരു റെഫ്രിജറേഷൻ സിസ്റ്റം ഇസ് എ പ്രോബ്ലം. ഇൻ ദിസ് വൺ ദ പ്രോസസ് ഈസ് കണ്ടക്ടിങ് സബ്കൂളിംഗ് നടക്കുന്നുണ്ട്, അല്ലെങ്കിൽ ഈ പറഞ്ഞ മാതിരി ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് കംപ്രഷൻ ആണ് നടക്കുന്നത് എന്ന് പറഞ്ഞിട്ട് തരികയാണെങ്കിൽ നിങ്ങൾക്ക് അതിന്റെ TS ഡയഗ്രാം നിങ്ങൾ ഇങ്ങനെയാണ് വരയ്ക്കേണ്ടത്. ആക്ച്വലി ഈ കാണിച്ചിരിക്കുന്ന പ്രകാരമാണ് നിങ്ങൾ അതിന്റെ TS ഡയഗ്രാം വരയ്ക്കേണ്ടത്. So today we are going to study what is actually wet and dry compression. Okay, first we have to study about this dry compression എന്ന് പറയുന്നത്. Okay, so suppose there will be a maximum refrigerating effect. നമുക്കൊരു maximum refrigerating effect കിട്ടണം എന്നുണ്ടെങ്കിൽ heat is abstracted evaporator. ഇത് evaporator ആണ് ആക്ച്വലി. evaporator, compressor, condenser, അതുപോലെ തന്നെ throttling effect. Okay, so evaporatorൽ കൂടുതലായിട്ട് ആ ഒരു നമ്മൾ ഔട്ട്സൈഡ് ഉള്ള എയറിൽ നിന്ന് ഹീറ്റിനെ മാക്സിമം അബ്സോർബ് ചെയ്യണം. ഓക്കെ, ഇറ്റ് ഷുഡ് അബ്സ്ട്രാക്ട് ദ ഹീറ്റ് ഫ്രം മാക്സിമം. ഓക്കെ, നമ്മൾ റെഫ്രിജറന്റ് ആക്ച്വലി ഇവോപ്പറേറ്ററിൽ ഷുഡ് ബി അബ്സ്ട്രാക്ട് ദ ഹീറ്റ് ആക്ച്വലി. ഓക്കെ, മാക്സിമം ഹീറ്റിനെ അബ്സ്ട്രാക്ട് ചെയ്യണം. ഓക്കെ, ആൻഡ് ഫോർ ദാറ്റ് വാട്ട് ഹാപ്പൻസ്, ആൻഡ് ഫൈനലി എന്ത് സംഭവിക്കുന്നു, ഇപ്പോൾ നമ്മൾ സപ്പോസ് മാക്സിമം ഹീറ്റ് അബ്സ്ട്രാക്ട് ചെയ്ത് എടുത്തു കഴിഞ്ഞാൽ ഇറ്റ് ബിക്കംസ് ഡ്രൈ ആയി മാറും അല്ലെ. അതായത് ദ റെഫ്രിജറന്റ് ഷുഡ് ബി ദ ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ്, അല്ലെങ്കിൽ ചിലപ്പോൾ സ്ലൈറ്റ്ലി സൂപ്പർ ഹീറ്റഡ് ആയി മാറും. ഓക്കെ, സൂപ്പർ ഹീറ്റഡ് ആയി മാറാൻ ചാൻസ് ഉണ്ട്. ഇഫ് ദ വേപ്പർ ഇസ് പെർഫെക്റ്റ്ലി ഡ്രൈ അല്ലെങ്കിൽ ഡ്രൈ സാച്ചുറേറ്റഡ് ആവുകയാണെങ്കിൽ ഓക്കെ, ഇറ്റ്സ് എ ബിഗിനിങ് ഓഫ് കംപ്രഷനിലേക്ക് പിന്നെ സ്റ്റാർട്ട് ചെയ്യും. ഓക്കെ, അപ്പൊ ഈ ഒരു സ്റ്റേജ്, അതായത് 4-1 എന്ന സ്റ്റേജിൽ യു ക്യാൻ സീ ദാറ്റ് വെൻ ദ റെഫ്രിജറന്റ് പാസസ് ത്രൂ ഹിയർ, എന്താ സംഭവിക്കുക, ഇവോപ്പറേറ്ററിലൂടെ പാസ് ചെയ്യുന്ന സമയത്ത് ഇറ്റ് ബിക്കംസ് എന്താ സംഭവിക്കുന്നത്, ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ്. ഡ്രൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ ഒരു ലിക്വിഡ് ആയിട്ടുള്ള റെഫ്രിജറന്റ് കംപ്ലീറ്റ്ലി ഡ്രൈ ആയി മാറുക. ഇറ്റ് ഷുഡ് ബി കംപ്ലീറ്റ്ലി ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് പറഞ്ഞാൽ സെയിം ടെമ്പറേച്ചർ എന്നുള്ള ലെവലിലേക്ക് പോവുകയാണ്. ഓക്കെ, ആൻഡ് ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് ആയി കഴിഞ്ഞാൽ എന്ത് ചെയ്യും, ഇവിടെ മുതൽ അതായത് 1 മുതൽ ഇവിടെ പിന്നെ കംപ്രഷൻ സ്റ്റാർട്ട്സ് ആയി. ഓക്കെ, കംപ്രഷൻ സ്റ്റാർട്ട്സ് ആയി. അപ്പൊ ഡ്രൈ ആൻഡ് സാച്ചുറേറ്റഡ് പറഞ്ഞാൽ കംപ്ലീറ്റ് ഡ്രൈ എന്ന് പറയുന്ന സമയത്ത് എവിടേക്കാണ് വരുന്നത്, ഈ 1-ൽ നിന്ന് ഇങ്ങോട്ടേക്ക് മൂവ് ചെയ്യും. ബിക്കോസ് this line represents the gases lines. Okay, this line represents the gases line. So when it is in the completely dry and saturated ആവുന്ന സമയത്ത് this will reach in the point here actually. So 1 എന്ന് പറയുന്ന പോയിന്റ് ഇവിടെ എത്തും. അവിടെ നിന്ന് എന്ത് സംഭവിക്കുന്നു, it is going to compress ആയി മാറാണ്.
അപ്പോൾ അവിടെ കംപ്ലീറ്റ്ലി ഡ്രൈ ആയി കഴിഞ്ഞാൽ പിന്നെ ഗ്യാസ് സ്റ്റേജ് ആവുന്നതുകൊണ്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ ഇറ്റ് വിൽ ബി എന്തായി മാറുന്നു, കംപ്ലീറ്റ്ലി ഇറ്റ് ബിക്കംസ് ഗ്യാസ് സ്റ്റേജിൽ നിന്ന് അതിനെ കംപ്രസ് ചെയ്യാൻ തുടങ്ങുക. സോ ആ ഒരു ലൈൻ റെപ്രസെന്റ് ചെയ്യുന്നത് നമ്മൾ ഇവിടെ നമുക്ക് ഈ ലൈൻ കാണാം, ദാറ്റ്സ് എ ഡ്രൈ കംപ്രഷൻ ലൈൻ. ഓക്കെ, അങ്ങനെ കംപ്രസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ വരുന്ന സ്റ്റേറ്റ് പോയിന്റ് 2 എന്ന് പറയുന്നത് ഇവിടെയായിരിക്കും. ദാറ്റ് ഈസ് റെപ്രസെന്റ്സ് 2'. ഓക്കെ, സാധാരണഗതിയിൽ നമ്മൾ 2' എന്നാണ് റെപ്രസെന്റ് ചെയ്യുന്നത്. സോ ഇവിടെ 2' ആയിരിക്കും സ്റ്റേജ് വരുന്നത്, ഈ പോയിന്റിൽ 2'. അപ്പോഴേക്കും ഈ ഒരു കംപ്രസ് ചെയ്യേണ്ട സമയത്ത് അതിന്റെ ടെമ്പറേച്ചർ ഈസ് ഹൈ ലെവലിലേക്ക് പോകും. ഓക്കെ, അതായത് നമ്മളൊരു ഗ്യാസസിനെ നമ്മൾ കംപ്രസ് ചെയ്ത് മുകളിലേക്ക് പോകുന്ന സമയത്ത് എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഹൈലി കംപ്രസ്ഡ് ആവുന്ന സമയത്ത് എന്താ വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഹീറ്റഡ് ആവും. വളരെ ഹീറ്റ് എമിറ്റ് ചെയ്യുന്നു. അതുകൂടാതെ അതിന്റെ ടെമ്പറേച്ചർ എന്ന് പറഞ്ഞാൽ ഹൈ ലെവൽ ടെമ്പറേച്ചറിലേക്ക് എത്തും. സോ ഇറ്റ് ബിക്കം സൂപ്പർ ഹീറ്റഡ് സ്റ്റീമിലേക്ക് എത്തിയായി മാറി. ഓക്കെ, കംപ്രസ് ചെയ്യുന്ന സമയത്ത് സൂപ്പർ ഹീറ്റഡ് ഒരു ലെവലിലേക്ക് എത്തുകയാണ് ആക്ച്വലി. ഓക്കെ, ഹൈ സൂപ്പർ ഹീറ്റഡ് സ്റ്റീം അല്ല ആക്ച്വലി, ആ ഹൈ സൂപ്പർ ഹീറ്റഡ് ആയിട്ടുള്ള റെഫ്രിജറന്റ് ആയി മാറും. അപ്പൊ ഹൈലി എന്താ പറയാ കംപ്രസ്ഡ് ആയിരിക്കും, പക്ഷെ പ്രഷർ കൂടുതലുണ്ടാവും. പക്ഷെ ഗ്യാസസ് എന്താ ചെയ്യുക, ഭയങ്കര സൂപ്പർ ഹീറ്റഡ് എന്നുള്ള ആ ഒരു ഹൈ ടെമ്പറേച്ചറിൽ എത്തും. പിന്നെ അവിടുന്ന് നമ്മൾ ഈ ഇതിലേക്ക് കൊണ്ടുവരുന്നത്, അതായത് അതിനെ കുറച്ച് നമ്മൾ എന്ത് ചെയ്യും, കൂൾ ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഈ ഒരു കണ്ടൻസറിലേക്ക് നമ്മൾ കൊണ്ടുവരികയാണ് ആക്ച്വലി ചെയ്യാൻ. ഓക്കെ, സോ ദിസ് ലൈൻ റെപ്രസെന്റ്സ് ദ ഡ്രൈ കംപ്രഷൻ ആക്ച്വലി. ഓക്കെ, സോ നമ്മൾക്ക് ആ ഒരു വേണ്ട എക്സ്ട്രാ നമ്മൾ കൊടുക്കുന്ന വർക്കിനെയാണ് നമ്മൾ W1 എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, സോ ഡ്രൈ കംപ്രഷന്റെ കേസിൽ നമ്മളൊരു W1 എന്ന് പറയുന്നത് ഒരു എക്സ്ട്രാ കംപ്രഷൻ നമ്മൾ കൊടുക്കുകയാണ് ആക്ച്വലി. ഓക്കെ, സോ എനിവേ നമ്മൾ ആ ഒരു സമയത്ത് there will be ഒരു ടോട്ടൽ W എന്ന് പറയുന്നത്, അതായത് വർക്ക് എന്ന് W എന്ന് പറയുന്നത് ആക്ച്വലി ഇൻ ദ കേസസ് ഓഫ് വെറ്റ് കംപ്രഷന്റെ കേസ്, സപ്പോസ് നമ്മൾ ഇതിന്റെ അകത്ത് വെച്ച് തന്നെ, അതായത് 1 എന്ന് പറയുന്നത്, സപ്പോസ് ഇൻ ദ കേസസ് ഓഫ് വെറ്റ് കംപ്രഷൻ വാട്ട് ഹാപ്പൻസ്, ഇറ്റ് റീച്ചസ് ഹിയർ, അതായത് പാർഷ്യലി അതിൽ കുറച്ച് എന്താ പറയുക റെഫ്രിജറൻസ് ഉണ്ടായിരിക്കും, കുറച്ച് റെഫ്രിജറന്റ് ലിക്വിഡ് എന്നുള്ള ഒരു കണ്ടൻസിലായിരിക്കും, അതായത് ഒരു വേപ്പർ എന്നുള്ള രീതിയിലായിരിക്കും, അതായത് ഒരു വേപ്പറും അതുപോലെ തന്നെ ഒരു ഗ്യാസസ് മിക്സ്ഡ് ആയിട്ടുള്ള, ഓക്കെ, ലിക്വിഡ് പ്ലസ് വേപ്പർ എന്നുള്ള ഒരു റെഫ്രിജറന്റ്, അതായത് ഒരു 90% ഗ്യാസസും ഒരു 10% കുറച്ച് വേപ്പർ, അതായത് റെഫ്രിജറന്റ് വേപ്പർ ലിക്വിഡ് പാർട്ടിക്കിൾസും എല്ലാ ഒരു കംപ്രഷൻ, വെറ്റ് കംപ്രഷൻ എന്ന് പറയുന്നത് ആക്ച്വലി. Okay, so that is in here you can see in this stage actually. Okay, 4-1 നമ്മൾ ഇവോപ്പറേറ്റർ കഴിഞ്ഞ് ഇവിടെ എത്തി, ഇവിടെ 1 സ്റ്റേജ് പോയിന്റിൽ എത്തുന്ന സമയത്ത് ലേശം, അതായത് ഒരു 10% ലെവലിൽ ഈ പറഞ്ഞമാതിരി ഒരു ലിക്വിഡ് ഡ്രോപ്ലെറ്റ്സ് പോലെ നമുക്ക് ഈ പറഞ്ഞമാതിരി വെറ്റ്നെസ് ഉണ്ടായിരിക്കാം. അവിടെ നിന്ന് എന്ത് ചെയ്യും, നേരെ പോയിട്ട് ഈ പറഞ്ഞമാതിരി സെക്കൻഡ്, അതായത് കംപ്രസ് ചെയ്യുന്നു. ഇറ്റ് വിൽ ഗോ ടു ദ കംപ്രസർ ഇൻ ദ സ്റ്റേറ്റ് പോയിന്റ് 1 and it get compressed and it reaches to the state point 2 actually. Okay, this line which is represents the wet compression actually. Okay, 1 to 2 which is represents the wet compression. But if അതൊന്നുകൂടെ പോയിട്ട് ഇപ്പോൾ 1' അല്ലെങ്കിൽ 2' എന്നുള്ള ഈ ലെവലിൽ കാണിക്കുന്നതാണ് ഡ്രൈ കംപ്രഷൻ ആക്ച്വലി. സോ വെറ്റ് കംപ്രഷന് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്ന വർക്ക് എന്ന് പറയുന്നത് നമ്മൾ W എന്ന് പറഞ്ഞാണ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് വെറ്റ് കംപ്രഷന്. പക്ഷെ സപ്പോസ് ഡ്രൈ കംപ്രഷൻ വരികയാണെങ്കിൽ എക്സ്ട്രാ വർക്ക് W1 കൂടെ വരും ആക്ച്വലി. ഓക്കെ, ലൈക്ക് സി നൗ യാ, സോ ദിസ് ഈസ് എക്സ്ട്രാ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ വെറ്റ് ആൻഡ് ഡ്രൈ കംപ്രഷൻ ഇൻ ദിസ് പാർട്ട് ആക്ച്വലി. ബാക്കിയെല്ലാം സെയിം ആണ്. 2 കഴിഞ്ഞാൽ പിന്നെ കണ്ടൻസേഷൻ കഴിഞ്ഞാൽ ത്രോട്ട്ലിംഗ് വാൽവ്, ത്രോട്ട്ലിംഗ് കഴിഞ്ഞാൽ പിന്നെ 4 4 കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഇവോപ്പറേഷൻ. ഓക്കെ, ദിസ് ഇസ് ദ സ്റ്റേജ് ആക്ച്വലി. ഓക്കെ, so this 1 to 2 represents the wet compression and here 1' to 2' which is represent the dry compression actually. Okay, right. So now we are going to tell about this COP range. Okay, so suppose നമ്മളെ മുമ്പിലുള്ളത് ഇറ്റ്സ് എ വെറ്റ് കംപ്രഷൻ പ്രോസസ് ആണ്, 1 to 2 വെറ്റ് കംപ്രഷൻ പ്രോസസ് ആണ്. സോ അതിന്റെ നോർമൽ COP എന്ന് പറയുന്നത് N/W ആണ് ആക്ച്വലി. N/W, that is refrigerating effect divided by this നമ്മുടെ W, that is a work input actually. Suppose it is in the dry compression ആണെങ്കിൽ an additional work we need to give. Okay, an additional expansion അല്ലെങ്കിൽ additional work compression process നമ്മൾ കൊടുക്കുകയാണ് for due to the superheating actually. For superheating വേണ്ടി നമ്മൾ ഒരു additional work supply ചെയ്യണം, W1 എന്ന് പറയുന്നത്. Okay, now N1 എന്ന് പറയുന്നത് actually represent the additional refrigerant effect. നിങ്ങൾക്ക് ഫിഗറിൽ കാണാം, സപ്പോസ് ഇവിടുന്ന് 1 നിന്ന് ഇങ്ങനെ 1' മൂവ് ചെയ്യുകയാണെങ്കിൽ ഇവിടെ എന്താ സംഭവിക്കുക, ഒരു ഈ റെഫ്രിജറേറ്റിംഗ് എഫക്ട് റെപ്രസെന്റ് ചെയ്യുന്ന ലൈനാണ് ഈ കാണുന്നത്. ഓക്കെ, സോ ഈ ലൈൻ എക്സ്ട്രാ മൂവ് ചെയ്യാണ്. സോ എക്സ്ട്രാ റെഫ്രിജറേറ്റിംഗ് എഫക്ട് നമുക്ക് ഇവിടെ കിട്ടുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, പക്ഷെ നമ്മൾ കൂടുതൽ വർക്കാണ് നമ്മളിവിടെ കൊടുക്കുന്നത് ആക്ച്വലി, കൂടുതൽ ഒരു കംപ്രസർ വർക്ക് നമ്മളിവിടെ കൊടുക്കുന്നുണ്ട് ആക്ച്വലി. ഓക്കെ, റൈറ്റ്. സോ this N1 represents the additional refrigerating effect നമുക്ക് കിട്ടുന്ന additional refrigerating effect ആണ് ആക്ച്വലി. ഓക്കെ, സപ്പോസ് so the COP in the cases of wet compression ആണെങ്കിൽ നോർമലി N/W ആണ്. പക്ഷേ സപ്പോസ് ഡ്രൈ കംപ്രഷന്റെ കേസ് ആണെങ്കിൽ N+N1 ആയിരിക്കും ടോട്ടൽ റെഫ്രിജറന്റ് എഫക്ട്, അതുപോലെ തന്നെ W+W1 ആയിരിക്കും ടോട്ടൽ വർക്ക് ഇൻപുട്ട് ആക്ച്വലി.
So that is why നമ്മൾ ഇതിൽ നിന്ന് എടുക്കുകയാണ് n-നെ നമ്മൾ സെപ്പറേറ്റ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ 1 plus n1 by n divided by 1 plus w1 by w. Okay, 1 plus n1 by n divided by 1 plus w1 by w. ഇവിടെ നിങ്ങൾ n1 by n എന്ന് പറയുന്ന റേഷ്യോ, this n1 by n ratio and w1 by w ratio എടുത്ത് നോക്കുക. സപ്പോസ് നിങ്ങൾ ഇവിടെ നോക്കുക, n1 by n എന്ന് പറയുന്ന റേഷ്യോ, ആ റേഷ്യോനേക്കാൾ കൂടുതലായിരിക്കും w1 by w എന്ന് പറയുന്ന റേഷ്യോ, ഇല്ലേ? n1 by n1 എന്ന് പറയുന്ന റേഷ്യോനേക്കാൾ കൂടുതലായിരിക്കും w1 by w എന്ന് പറയുന്ന റേഷ്യോ. So that is why you can see that w1 by w, നിങ്ങൾക്ക് കാണാൻ പറ്റും. ഇപ്പൊ സപ്പോസ് n1 by n എന്ന് പറയുന്ന ഒരു 0.5 ആണെങ്കിൽ w1 by w എന്ന് പറയുന്നത് 0.75 ആയിരിക്കും. So the denominator term is higher actually, അല്ലേ? So what happens, the COP is കുറവായിരിക്കും. Okay, so wet compressionേക്കാൾ വളരെ കുറഞ്ഞതായിരിക്കും overall the COP of the dry compression actually. Okay, so COP of the dry compression is lesser than which is the wet compression actually. Okay, so this is not beneficial for us actually. Okay, so പക്ഷെ അത് മാത്രമല്ല, wet compression നമ്മൾ സാധാരണയായിട്ട് പ്രൊമോട്ട് ചെയ്യാറില്ല. Okay, because it's not desirable, because എന്താ സംഭവിക്കുക, the liquid droplets, പക്ഷേ അതായത് COP, in terms of COP ന്റെ കേസിൽ wet compression process ആണ് actually it's better actually, okay, than the dry compression process. But dry compression ആണ് നമ്മൾ അധികം യൂസ് ചെയ്യാറ്, പ്രാക്ടിക്കൽ കേസിൽ dry compression യൂസ് ചെയ്യാറുണ്ട് than the wet compression. കാരണം because it directly affect the compressor-നെ affect ചെയ്യും. Because കാരണം എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, കംപ്രസറിലേക്ക് നമ്മൾ ഇപ്പൊ ഒരു വെറ്റ് ആയിട്ടുള്ള ഒരു റെഫ്രിജറന്റ് പോവുകയാണെന്ന് വിചാരിക്കുക. വാട്ട് ഹാപ്പൻസ് അവിടെ? യെസ്, അവിടെ അത് കംപ്രസറിനെ മെയിൻ്റെനൻസ് കൂട്ടും ആക്ച്വലി. ഓക്കെ, സോ കംപ്രസറിനെ ഒരു നല്ല രീതിയിൽ അത് പ്രവർത്തിപ്പിക്കില്ല. സോ കംപ്രസർ പെട്ടെന്ന് തന്നെ കേടുവരും, മൂവിങ് പാർട്സിനൊക്കെ അതൊരു പ്രോബ്ലം ആയി വരും. ഇപ്പൊ റെസിപ്രോക്കേറ്റിംഗ് ടൈപ്പ് കംപ്രസർ ആണെങ്കിൽ. ആൻഡ് അതുപോലെ തന്നെ വേറെ കാര്യം, ഈ റെസിപ്രോക്കേറ്റിംഗ് കംപ്രസറിന്റെ കേസിൽ അവിടെ സൈഡിലൊക്കെ ഈ പറഞ്ഞ പോലെ ഓയിൽസ് ഉണ്ടാവും. അതിന്റെ ഫോർ സ്മൂത്ത് റണ്ണിങ് ദർ വിൽ ബി എൻ ഓയിൽ, ആൻഡ് ദീസ് ഓയിൽ മിക്സ്ഡ് വിത്ത് ദിസ് നമ്മൾ ഈ ഒരു വേപ്പർ ആയിട്ട് മിക്സ് ചെയ്ത് കഴിഞ്ഞാൽ ദർ വിൽ ബി ഒരു ഡ്രോപ്ലെറ്റ്സ് ഫോം ചെയ്യും ആക്ച്വലി. ഓക്കെ, ദാറ്റ് ഡ്രോപ്ലെറ്റ്സ് എന്താ സംഭവിക്കുന്നത്? യെസ്, അപ്പം ആ ഒരു ഡ്രോപ്ലെറ്റ്സ് ശരിക്കും പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ കേസിൽ റൺ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഓയിൽ പാസ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ സംഭവിക്കാം? ഹീറ്റ് ട്രാൻസ്ഫർ റേറ്റ് കുറയ്ക്കും ആക്ച്വലി. കണ്ടൻസറിൽ എത്തുന്നു, ആ കണ്ടൻസറിൽ വെച്ചിട്ട് അതിന്റെ സംഭവിക്കുന്നു, അതിന്റെ എന്താ പറയാ, ഹീറ്റ് ട്രാൻസ്ഫറിങ് റേറ്റ് അത് കുറയ്ക്കും ആക്ച്വലി. നിങ്ങളൊന്ന് ഇമാജിൻ ചെയ്യും, യു ഇമാജിൻ ദാറ്റ് if this in the cases of the wet compression, when wet compression like some oil vapors ഉണ്ടായിരിക്കും, this vapors is mixed with the oil and that oil is passes through the condenser directly, and what happens to the condenser, it അതിന്റെ എഫക്ട്, അതിന്റെ വർക്കിങ്ങിനെ അതിന് എഫക്ട് ചെയ്യും. So that's why we will not promote this wet compression. Okay, പക്ഷേ in the cases of COP wet compression is better. പക്ഷേ in the cases of the ഇങ്ങനത്തെ പ്രാക്ടിക്കൽ ഡിഫിക്കൽട്ട് ഉണ്ട്, നമ്മൾ വെബ് കംപ്രഷനെ നമ്മൾ വി ആർ നോട്ട് പ്രൊമോട്ടഡ്. ഓക്കെ, അതുകൊണ്ട് നമ്മൾ എപ്പോഴും നമ്മൾ ഡ്രൈ കംപ്രഷൻ ആണ് നമ്മൾ പ്രൊമോട്ട് ചെയ്യുക ആക്ച്വലി. ഓക്കെ, ബിക്കോസ് ഇറ്റ്സ് എ സേഫസ്റ്റ്. ഓക്കെ, സേഫ് ആണ് കംപ്രസറിന്റെയും അതുപോലെ തന്നെ അതിന്റെ സിലിണ്ടറിന്റെയൊക്കെ സേഫ് ആണ് ഈ ഒരു ഡ്രൈ കംപ്രഷൻ. ഓക്കെ, റൈറ്റ്. ഇനി അടുത്ത് വരുന്നതാണ് സബ് കൂളിംഗ് എന്ന് പറയുന്നത്. വാട്ട്സ് എ സബ് കൂളിംഗ് ആക്ച്വലി? ഓക്കെ, സബ് കൂളിംഗിന്റെ കേസിൽ നമുക്ക് പറയുകയാണെങ്കിൽ സെയിം ഡൊമൈനാണ്. ഓക്കെ, ഇവിടെ ആഫ്റ്റർ ദിസ് കണ്ടൻസേഷന് ശേഷം 3 to 3' ലൈൻസ് വിച്ച് ഇസ് റെപ്രസെന്റ് ദ സബ് കൂളിംഗ് ആക്ച്വലി. സബ് കൂളിംഗ് എന്ന് പറയുകയാണെങ്കിൽ സപ്പോസ് നമ്മളിപ്പം നമുക്ക് എങ്ങനെയാണ് ഈ സബ് കൂളിംഗ് ആക്ച്വലി അച്ചീവ് ചെയ്യാൻ സാധിക്കുക? ദാറ്റ് ഈസ് സപ്പോസ് നമ്മൾ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടേഴ്സ്, കൂടുതൽ ക്വാണ്ടിറ്റി അതുപോലെ തന്നെ കൂടുതൽ ക്വാളിറ്റി. ഫസ്റ്റ് വൺ, ഗ്രേറ്റർ ക്വാണ്ടിറ്റി ഓഫ് ദി വാട്ടർ. കൂടുതൽ ക്വാണ്ടിറ്റി, നമ്മൾ വാട്ടറിന്റെ ക്വാണ്ടിറ്റി കുറച്ചുകൂടി കൂടുകയാണ്. അതായത് ഇവിടെ സാധാരണഗതിയിൽ നമ്മൾ യൂസ് ചെയ്യുന്നത്, അതായത് AC സിസ്റ്റത്തിലൊക്കെ യൂസ് ചെയ്യുന്ന 2 to 3 എന്ന് പറയുന്ന കണ്ടൻസർ യൂണിറ്റ് നമ്മൾ യൂസ് ചെയ്യുമ്പോൾ അവിടെ എയർ കൂളിംഗ് ആണ് നമ്മൾ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്നത്. പക്ഷേ ചില ടൈംസിൽ നമ്മൾ വാട്ടർ കൂളിംഗ് യൂസ് ചെയ്യാറുണ്ട്, ചില സ്ഥലങ്ങളിലൊക്കെ നമ്മൾ വാട്ടർ കൂളിംഗ് യൂസ് ചെയ്യാറുണ്ട്. സോ വാട്ടർ കൂളിംഗിന് കൂടുതൽ വാട്ടർ ക്വാളിറ്റി അല്ലെങ്കിൽ കൂടുതൽ ക്വാണ്ടിറ്റി ഓഫ് വാട്ടർ വി ആർ പ്രൊവൈഡിങ് ഫോർ ദിസ് കണ്ടൻസർ, ഇറ്റ് വിൽ കൂൾ ഡൗൺ ആക്ച്വലി. അപ്പോൾ ഒന്നുകൂടെ അത് കൂൾ ചെയ്യും. അതാണ് 3 to 3' എന്ന് പറയുന്നത്. അതായത് അതിന്റെ കുറച്ചും കൂടി നമ്മൾ ടെമ്പറേച്ചർ കുറയ്ക്കാൻ ആക്ച്വലി ചെയ്യുന്നത്. ഓക്കെ, ടെമ്പറേച്ചർ കുറയ്ക്കുമ്പോൾ എന്താ വെച്ചാൽ 3 to 3' ഈസ് അച്ചീവ്ഡ് ആക്ച്വലി. അതുപോലെ തന്നെ അതിന്റെ ക്വാളിറ്റി, അതായത് ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ ഉപയോഗിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത്, അതായത് ഇത് കൂൾ ചെയ്യാൻ ഉപയോഗിക്കുന്ന വാട്ടർ എന്ന് പറയുന്നത് സപ്പോസ് അതിന്റെ ടെമ്പറേച്ചർ കുറച്ചുകൂടി കുറയ്ക്കുകയാണ് നമ്മൾ. ഓക്കെ, അതായത് നമ്മൾ യൂസ് ചെയ്യുന്ന സിങ്കിൽ യൂസ് ചെയ്യുന്ന വാട്ടർ എന്ന് പറയുന്നത് കുറച്ചുകൂടെ ലോവർ ടെമ്പറേച്ചറിലുള്ള വാട്ടറാണ് നമ്മൾ യൂസ് ചെയ്യുന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു സബ് കൂളിംഗ് അച്ചീവ് ചെയ്യാൻ പറ്റും.
അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് സപ്പോസ് ഒരു സെപ്പറേറ്റ് സബ് കൂളർ തന്നെ വേറൊരു കൂളർ തന്നെ നമ്മൾ സെപ്പറേറ്റ് ആഡ് ചെയ്യുകയാണെങ്കിലും നമുക്ക് ഈ ഒരു സബ് കൂളിംഗ് പ്രോസസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റും. So why this subcooling is used actually? So it is used for to increasing the refrigerating effect. Okay, ഇവിടെ നമുക്ക് സബ് കൂളിംഗ് നടക്കുന്നത് കൊണ്ട് ഇവിടെ എക്സ്ട്രാ ഒരു എനർജി അല്ലെങ്കിൽ പവർ നമ്മൾ സപ്ലൈ ചെയ്യേണ്ട ആവശ്യമില്ല. Okay, so you can see we are going to give an input power only for this compressor actually. Okay, കംപ്രസറിന് വേണ്ടി മാത്രമാണ് നമ്മൾ ഇൻപുട്ട് പവർ ആയിട്ട് യൂസ് ചെയ്യുന്നത്, അതായത് 1 to 2 എന്ന് പറഞ്ഞു കൊടുക്കുന്നത്. പക്ഷേ ഈ ഒരു സബ് കൂളിംഗിന്റെ പ്രോസസ്സിന് നമ്മൾ ഒരു നല്ലൊരു ക്വാണ്ടിറ്റി ഓഫ് വാട്ടറോ അല്ലെങ്കിൽ കുറച്ചൊരു എക്സ്ട്രാ കൂളിംഗ് ഉള്ള വാട്ടറോ നമ്മൾ സപ്ലൈ ചെയ്താൽ മാത്രം മതി ആക്ച്വലി സബ് കൂളിംഗ് പ്രോസസ് നടക്കാൻ. പക്ഷെ നമുക്ക് ഇവിടെ വാട്ട് ഹാപ്പൻസ്, വി വിൽ ഗെറ്റ് an extra refrigerating effect ഇവിടെ 4-4 എന്ന് പറയുന്ന ഈ ഒരു extra refrigerating effect നമുക്ക് കിട്ടുന്നു. Okay, so subcooling is actually good for our work actually, VCR system actually. Okay, so now next one is yeah, so subcooling is achieved by on circulating water, greater quantity of water. രണ്ടാമത്തത് low temperature water കൊടുക്കുക. മൂന്നാമത്തത് incorporating with a separate subcooler. Okay, right. ഇനി അടുത്തതാണ് throttling valve with the expansion cylinder actually. ഓക്കെ, സോ ത്രോട്ട്ലിംഗ് വാൽവ് അല്ലെങ്കിൽ എക്സ്പാൻഷൻ സിലിണ്ടറിൽ ഏത് വേണമെങ്കിലും നമുക്ക് ഈ പറഞ്ഞ റെഫ്രിജറേറ്റിംഗ് സിസ്റ്റത്തിലേക്ക് അറ്റാച്ച് ചെയ്യാം. ഓക്കെ, പക്ഷേ ത്രോട്ട്ലിംഗ് വാൽവ് ആണ് നമ്മൾ പ്രാക്ടിക്കൽ വേയിൽ ഇറ്റ് ഈസ് മോർ പ്രിഫറബിൾ ആക്ച്വലി, ബിക്കോസ് അതിന് നമുക്ക് അതിൽ ചില കണ്ടീഷൻസ് ഉണ്ട്, ലൈക്ക് എന്താ പറയുക, ചില മെറിറ്റ്സ് ആൻഡ് ഡിമെറിറ്റ്സ് കുറച്ച് കാര്യങ്ങളുണ്ട് നമുക്ക് പറയാം. അതായത് ടോട്ടലി ദിസ് ഇസ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ്. ഓക്കെ, ത്രോട്ട്ലിംഗ് വാൽവ് എന്ന് പറയുന്നത് നമുക്ക് അതിൽ തിരിച്ചെടുക്കാൻ പറ്റില്ല. സോ ഇറ്റ്സ് എൻ ഇറിവേഴ്സിബിൾ പ്രോസസ് ആണ് ആ ഒരു ത്രോട്ട്ലിംഗ് വാൽവിൽ നടക്കുന്നത് ആക്ച്വലി. ഓക്കെ, ഇനി ത്രോട്ട്ലിംഗ് വാൽവ് യൂസ് ചെയ്യുന്ന സമയത്ത് ദർ ഇസ് എ നോ വർക്ക് ഇസ് ഒബ്റ്റൈൻഡ് ആക്ച്വലി. നമുക്കൊരു വർക്ക് പോലും ഒബ്റ്റൈൻ ചെയ്യാൻ പറ്റുന്നില്ല. അതായത് ത്രോട്ട്ലിംഗ് വാൽവ് പറഞ്ഞാൽ ജസ്റ്റ് ഈ ഒരു ഗ്യാസിനെ നമ്മൾ എന്ത് ചെയ്യാം, ഒരു ഹൈ പ്രഷർ ഗ്യാസ്, അതായത് ലിക്വിഡ് ആയിട്ടുള്ള അതിനെ നമ്മൾ ഓപ്പൺ ചെയ്യണം, ഒരു എക്സ്പാൻഷൻ നടക്കണം. എക്സ്പാൻഷൻ നടക്കുന്ന സമയത്ത് അവിടെ എന്താ സംഭവിക്കുന്നത്, ആ ത്രോട്ട്ലിംഗ് വാൽവിന്റെ അകത്തുനിന്ന് ഇപ്പൊ നമ്മൾ ഗ്യാസസ് പുറത്തേക്ക് വരണം. അപ്പോൾ ഗ്യാസസ് ആയിട്ട് പുറത്തേക്ക് വരുന്ന സമയത്ത് അതായത് പ്രഷർ ഉണ്ടായിരിക്കും, ആ പ്രഷറിൽ തന്നെ ഈ പറഞ്ഞ ഗ്യാസ് ഫോമിലേക്കായി മാറണം. അത് ലിക്വിഡിൽ നിന്നൊരു ഗ്യാസ് ഫോമിലേക്ക് ചെറിയൊരു പാർഷ്യലി ഗ്യാസ്, അതായത് ഒരു ടെമ്പറേച്ചർ ഡിക്രീസ് ചെയ്യാൻ വേണ്ടി മാത്രം ഉപയോഗിക്കുന്നത് ത്രോട്ട്ലിംഗ് വാൽവ്. ഓക്കെ, പക്ഷെ നേരെ മറിച്ച് എക്സ്പാൻഷൻ സിലിണ്ടറിന് നിന്ന് നമുക്ക് എന്ത് ലഭിക്കാം, വർക്ക് ഇസ് ഒബ്റ്റൈൻഡ്. ഓക്കെ, നമുക്ക് എക്സ്പാൻഷൻ സിലിണ്ടർ ആണ് സപ്പോസ് അതിന് പകരം നമ്മൾ യൂസ് ചെയ്യുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ ആ ഒരു സിലിണ്ടറിന്റെ ഒരു വർക്ക് നമുക്ക് തിരിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, വി ക്യാൻ യൂട്ടിലൈസ് ദാറ്റ് വർക്ക് ടു ദ വെൻ വി അറ്റാച്ച് ടു ദി കംപ്രസർ, ദെൻ നമുക്ക് കംപ്രസറിന്റെ ലോഡ് കുറയ്ക്കാൻ പറ്റും. ഓക്കെ, നെക്സ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ ത്രോട്ട്ലിംഗ് വാൽവ് യൂസ് ചെയ്യുമ്പോൾ ഹൈ എൻതാൽപ്പി ആണ് ഉണ്ടാകുന്നത്. എൻതാൽപ്പി ഫോർമേഷൻ ഹൈ, ആ ഒരു എൻതാൽപ്പി നമുക്ക് ഇതാക്കാൻ പറ്റും. പക്ഷേ എക്സ്പാൻഷൻ സിലിണ്ടർ ആണെങ്കിൽ ലോ എൻതാൽപ്പി ആയിരിക്കും നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുന്നത്. ഓക്കെ, റൈറ്റ്. നൗ ത്രോട്ട്ലിംഗ് വാൽവ് യൂസ് ചെയ്യുന്ന സമയത്ത് അവിടെ COP എന്ന് പറയുന്നത് ലോ ആയിരിക്കും. ഓക്കെ, പക്ഷേ എക്സ്പാൻഷൻ സിലിണ്ടർ ആണെങ്കിൽ ഹൈ COP നമുക്ക് അച്ചീവ് ചെയ്യാൻ സാധിക്കും. അതുപോലെ തന്നെ നമുക്കറിയാം ദ ഫ്ലോ ഓഫ് റെഫ്രിജറന്റ് ക്യാൻ ബി കൺട്രോൾഡ് ബൈ യൂസിങ് ദി ത്രോട്ട്ലിംഗ് വാൽവ്. സോ അത് ഇപ്പൊ നമുക്ക് AC ഒക്കെ സിസ്റ്റം നമ്മൾ യൂസ് ചെയ്യാന്ന് വെച്ചോ, സാധാരണ വീട്ടിലുള്ള ACയിലൊക്കെ നമുക്കറിയാം നമ്മളിപ്പോ 16 മുതൽ 20 ഡിഗ്രി ടെമ്പറേച്ചർ 22 ഡിഗ്രി ടെമ്പറേച്ചറിലേക്ക് നമ്മൾ മാറ്റം വരുത്തുന്നുണ്ട് അല്ലെ. സോ വി ക്യാൻ കൺട്രോൾ ബൈ യൂസിങ് ദ, അതെങ്ങനെയാണ് നമ്മൾ കൺട്രോൾ ചെയ്യുന്നത്, റെഫ്രിജറന്റിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്തിട്ടാണ് നമ്മൾ അങ്ങനെ ചേഞ്ച് ചെയ്യുന്നത്. ആ ടെമ്പറേച്ചർ ചേഞ്ച് വരുത്തുന്നത് റെഫ്രിജറന്റ് ഫ്ലോനെ കൺട്രോൾ ചെയ്തിട്ടാണ്. സോ റെഫ്രിജറന്റ് ഫ്ലോനെ കൺട്രോൾ ചെയ്യാനായിട്ട് നമുക്ക് ത്രോട്ട്ലിംഗ് വാൽവ് യൂസ് ചെയ്യാം. ബട്ട് ഇൻ ദ കേസസ് ഓഫ് എക്സ്പാൻഷൻ സിലിണ്ടറിൽ നമുക്ക് അങ്ങനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല, അതായത് അതിന്റെ ഫ്ലോനെ കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. ബിക്കോസ് ഫിക്സഡ് ആയിട്ടുള്ള ഒരു വോളിയം ആയിരിക്കും അതിനകത്ത് ഉണ്ടാവുക, ഒരു സിലിണ്ടർ ആയിരിക്കും ഉണ്ടാവുന്നത്. അതുപോലെ തന്നെ ത്രോട്ട്ലിംഗ് വാൽവ് എന്ന് പറയുന്നത് വെരി കോംപ്ലിക്കേറ്റഡ് അല്ല, അത്ര വലിയ കോംപ്ലിക്കേറ്റഡ് അല്ല, ഇറ്റ്സ് വെരി ലെസ് കോംപ്ലിക്കേറ്റഡ് ആണ്. പക്ഷെ എക്സ്പാൻഷൻ സിലിണ്ടറിന്റെ കണക്ഷൻസ്, കാര്യങ്ങൾ, അതിന്റെ ഫിറ്റിംഗ്സ് എല്ലാം വളരെ കോംപ്ലിക്കേറ്റഡ് ആണ്. സോ ദാറ്റ് ഈസ് വൈ എന്താ പറയുക, നമ്മൾ കൂടുതൽ പ്രിഫർ ചെയ്യുന്നത് ത്രോട്ട്ലിംഗ് വാൽവ് ആണ് ആക്ച്വലി. ഓക്കെ, സോ ദാറ്റ് ഈസ് വൈ മോഡേൺ AC പ്ലാൻസിലെല്ലാം നമ്മൾ ത്രോട്ട്ലിംഗ് വാൽവ് ആണ് കൂടുതലായിട്ട്, ബിക്കോസ് ഓഫ് ഇറ്റ്സ് സിമ്പിൾ ഇൻ ഡിസൈൻ ആൻഡ് ഇൻസ്റ്റലേഷൻ. ഓക്കെ, റൈറ്റ്. എന്നാൽ നമുക്ക് പറയാനുള്ളതാണ് ത്രോട്ട്ലിംഗ് വാൽവിന്റെയും അതുപോലെ തന്നെ സിലിണ്ടറിന്റെയും ഒരു വർക്കിംഗ് നമുക്ക് ഇവിടെ TS ഡയഗ്രാമിൽ കാണാം. ഓക്കെ, സോ 1 to 2 എന്ന് പറയുന്നത് കംപ്രസർ, 2 to 3 എന്ന് പറഞ്ഞാൽ കണ്ടൻസർ, പക്ഷെ 3 to 4 എന്ന് പറയുന്നതാണ് ഈ ത്രോട്ട്ലിംഗ്. ഓക്കെ, ത്രോട്ട്ലിംഗ് 3 to 4' എന്ന് പറയുന്നതാണ് ഈ സിലിണ്ടർ, അതായത് എക്സ്പാൻഷൻ സിലിണ്ടർ നമ്മൾ യൂസ് ചെയ്യുമ്പോൾ. സോ നിങ്ങൾക്ക് കാണാം 4' to 1 എന്ന് പറയുന്നത് there will be a greater 4' to 1 എന്ന് പറയുന്നത് greater refrigerating effect you can achieve, but 4 to 1 എന്ന് പറയുന്നത് lesser refrigerating effect you can achieve by using the throttling valve. But the thing is, throttling valve is very simple and you can control the flow and all these positiveness of the throttling valve. That's why we are always using the throttling valve than the expansion cylinder. Okay, right.
ഇനി ഫിഫ്ത്ത് നമുക്ക് പറയാനുള്ളത് എയർ റെഫ്രിജറേഷൻ സിസ്റ്റം ബേസ് VCS ആണ്. ഓക്കെ, what is the difference between air refrigeration system and VCS? VCS എന്ന് പറഞ്ഞാൽ വേപ്പർ കംപ്രഷൻ സിസ്റ്റം. ഓക്കെ, സോ അത് കമ്പയർ ചെയ്യുകയാണെങ്കിൽ നമുക്ക് സം മെറിറ്റ്സും അതുപോലെ തന്നെ ഡിമെറിറ്റ്സും ഉണ്ട്. സോ എയർ റെഫ്രിജറേഷൻ സിസ്റ്റം എന്ന് പറയുകയാണെങ്കിൽ ശരിക്കും പറഞ്ഞാൽ ഹൈ COP ആണ് നമുക്ക് ഈ പറഞ്ഞ VCSൽ ഉണ്ടാവുന്നത് ആക്ച്വലി. ഓക്കെ, നമ്മളിപ്പം കമ്പയർ ടു എയർ റെഫ്രിജറേഷൻ സിസ്റ്റം വേപ്പർ കംപ്രഷൻ ആണ് കൂടുതലായിട്ട് മെറിറ്റ്സ് ഉള്ളത് ആക്ച്വലി. ഓക്കെ, വേപ്പർ കംപ്രഷൻ ആണ് കൂടുതൽ മെറിറ്റ്സ് കിട്ടുന്നത്. അതിൽ ഒന്നാമത്തത് പറയുകയാണെങ്കിൽ ഹൈ COP, വി ക്യാൻ അച്ചീവ് വെരി ഹൈ COP, കോഎഫിഷ്യന്റ് ഓഫ് പെർഫോമൻസ് നമുക്ക് കൂടാൻ സാധിക്കും. അതുകൂടാതെ വെരി സ്മോൾ സൈസ് ഫോർ ദീസ് ഗിവൺ റെഫ്രിജറേഷൻ എഫക്ട്. അതായത് നമുക്കറിയാം എയർ റെഫ്രിജറേഷൻ ഈസ് വെരി ഹൈ ബൾക്കി ആണ്. ഓക്കെ, അത് കൂടാതെ അതിൽ കംപ്രസർ വരുന്നുണ്ട്, ടർബൈൻസ് വരുന്നുണ്ട്, ഓക്കെ, കുറെ ടർബൈൻസ് ഒക്കെ വരുന്നുണ്ട്. സോ അതിന് ഒരുപാട് ഇൻസ്ട്രുമെന്റ്സും അതുപോലെ തന്നെ ഒരുപാട് എക്യുപ്മെന്റ്സും ആവശ്യമുണ്ട്. പക്ഷെ നേരെ മറിച്ച് VCR സിസ്റ്റത്തിന് വളരെ ചെറിയ സൈസ് മതി. ഓക്കെ, നമുക്കറിയാം ഒരു AC, നമ്മുടെ വീട്ടിലുള്ള AC ഒക്കെ അല്ല, വളരെ സ്മോൾ സൈസ് ആണ് ആക്ച്വലി. പക്ഷെ അതിൽ നിന്ന് കൂടുതലായിട്ട് നമുക്ക് റെഫ്രിജറേറ്റിംഗ് എഫക്ട് കിട്ടും. അതുപോലെ തന്നെ ലെസ് റണ്ണിങ് കോസ്റ്റ് വളരെ കുറവാണ്. പക്ഷെ നേരെ മറിച്ച് മറ്റേതിന് വളരെ കൂടുതലാണ്. പിന്നെ അതുപോലെ തന്നെ സിമ്പിൾ അഡ്ജസ്റ്റ്മെന്റ് ഫോർ ദ ത്രോട്ട്ലിംഗ് വാൽവ് ഹെൽപ്സ് ടു അച്ചീവ് ദ ഗ്രേറ്റർ ടെമ്പറേച്ചർ ഡിഫറൻസ്. ഓക്കെ, നമുക്ക് വളരെയധികം ഏത് ടെമ്പറേച്ചറാണ് വേണ്ടത്, ഇവോപ്പറേറ്ററിൽ ഏത് ടെമ്പറേച്ചറിലേക്ക് എത്തിക്കണം എന്നുള്ളത് നമുക്ക് വേണമെങ്കിൽ ഈ പറഞ്ഞ ഒരു ത്രോട്ട്ലിംഗ് വാൽവ് അഡ്ജസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നമുക്ക് we can achieve this in the VCS system. And also we can employ it over a large range of temperature we can achieve. Okay, അതായത് മൈനസ് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും, -20, -40 ആ റേഞ്ച് വരെ നമുക്ക് എത്തിക്കാൻ പറ്റും ബൈ യൂസിങ് ദ VCR സിസ്റ്റം. ഓക്കെ, പക്ഷേ ഒരു ഒറ്റ പ്രോബ്ലം എന്ന് പറയുന്നത് ഇതിന്റെ ഇനീഷ്യൽ കോസ്റ്റ് ഇസ് ഹൈ ആണ്. ഓക്കെ, അതുകൂടാതെ ചില പ്രോബ്ലംസ് കൂടെ ഉണ്ട്. ലൈക്ക് സപ്പോസ് നമ്മൾ ഈ ഒരു VCR സിസ്റ്റത്തിലുള്ള റെഫ്രിജറന്റ് ലീക്കേജ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇറ്റ് ബിക്കംസ് വെരി ടോക്സിക് ആണ്. അതൊരു ടോക്സിക് എലമെന്റ്സ് നമ്മൾ യൂസ് ചെയ്യുന്നത്. അതുകൂടാതെ അതിന്റെ ഇൻഫ്ലമബിലിറ്റി പെട്ടെന്ന് കത്താൻ ചാൻസ് ഉണ്ട്. ഓക്കെ, സോ അതൊക്കെയാണ് ഈ റെഫ്രിജറന്റിന്റെ ലീക്കേജ് വരുന്ന സമയത്ത് ഉണ്ടാകുന്ന പ്രോബ്ലംസ്. സോ അതൊക്കെയാണ് നമ്മൾ VCR സിസ്റ്റത്തിന്റെ ഡീമെറിറ്റ്സ് എന്ന് പറയുന്നത് ആക്ച്വലി. ഓക്കെ, റൈറ്റ്, ഐ തിങ്ക് ദിസ് ഇസ് എനഫ് ഫോർ ടുഡേസ് ക്ലാസ് ആക്ച്വലി. ഓക്കെ, 10 മണിയായി ആക്ച്വലി അല്ലേ, 10:05. ഓക്കെ, സോ എനിവേ ഐ ഹോപ്പ് യു ആൾ അണ്ടർസ്റ്റാൻഡ് അബൌട്ട് ദിസ് ക്ലാസ്. എനി ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ ആർക്കെങ്കിലും? ആർക്കും ഇല്ലെന്ന് തോന്നുന്നു. ഓക്കെ,